മോനെ, ഒത്തിരി നേരമായ ഒരു കാപ്പി കുടിക്കണം എന്ന് ആലോചിച്ചിരിക്കായിരുന്നു. എത്ര കൃത്യമായി എന്റെ രാജമോൻ ആ മോഹം മനസ്സിലാക്കി. ഈ അല്ല, നിങ്ങളും 3 പേരുള്ളപ്പോ ഒരാൾക്ക് മാത്രമായിട്ട് ഞാൻ കാപ്പി കൊണ്ടുവരുമോ? ഏതായാലും ഇത് ഋതിക മാഡത്തിനാ. ഏത് മാഡത്തിന്? എന്റെ ഭാര്യക്ക്. ആ, അങ്ങനെ പറ. ചമ്മിപ്പോയല്ലേ? ഞാനെന്തിനു ചമ്മണം? ആ, നല്ല തൊലിക്കട്ടിയല്ലേ, എങ്ങനെ ചമ്മും? അല്ല, ഞാൻ പെട്ടെന്നൊരു ചായയോ കാഫിയോ വേണോന്ന് മോഹിച്ച് കിട്ടിയില്ല. അതുകൊണ്ടെന്താ? ഓ, ആ ചെറുക്കന്റെ ജീവിതം വവ്വാല് ചപ്പിയ പേരയ്ക്ക പോലെയായി. പിന്നെ ഭാര്യയ്ക്ക് സ്വത്ത് കൂടുതലുണ്ടെങ്കിൽ ഭർത്താവ് അടുക്കളപ്പണി ചെയ്യേണ്ടി വരും. അക്കാര്യം ഓർത്ത് ജയന്റെ അമ്മ മനപ്രയാസപ്പെടുകയോ ഉറക്കം കളയുകയോ വേണ്ട. എന്റെ മകനും മരുമകളും അത്തരക്കാരല്ല. ഞാൻ എല്ലാ മനുഷ്യരുടെയും ഒരു പൊതു സ്വഭാവത്തിന്റെ കിടപ്പ് വശം പറഞ്ഞതാ വേണുമാഷ്. ദേഷ്യപ്പെടല്. ഓ, ആ ചെറുക്കൻ ഒരു അച്ചിക്കോന്തനായി പോകുമോ എന്നാ എന്റെ വ്യാകുലത. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നിങ്ങൾ ആകുലപ്പെടണ്ട. എന്റെ അളിയെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളൊന്നുമല്ല. ഋതിക മോൾ അങ്ങനെ ഒരു കക്ഷിയല്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുറ്റം കുറവ് കണ്ടുപിടിക്കാൻ നോക്ക്. എനിക്കെന്തോന്ന് കുറ്റവും കുറവും? ഞാൻ നല്ല അന്തസ്സായിട്ടല്ലേ ജീവിക്കുന്നത്. ഓ, അന്തസ്സായി ജീവിക്കുന്നു. മോനെ കെട്ടിച്ചു കൊടുത്ത വീട്ടിൽ വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പുട്ടടിച്ച് ജീവിക്കുന്നു. ഇതാണ് അന്തസ്. മോനെ കെട്ടിച്ചു കൊടുത്ത വീട്? ആ, അതെ. എന്താ സംശയം? ദണ്ട് മാന്യതയുള്ളവരെ അവഹേളിച്ചാലുണ്ടല്ലോ, അടിച്ച് നിന്റെ പല്ല് ഞാനിഞ്ഞെടുക്കും. നിർത്ത്. നിങ്ങൾ രണ്ടുപേരും എന്റെ കുടുംബത്തിന്റെ വെള്ളടിയാണെന്ന് ഞാൻ കരുതി കഴിഞ്ഞു. അത് പോരെ? ഞാൻ ഇതിനെ പുറകെ പോണു. ഇങ്ങോട്ട് പോ.